ഒരു നാടിനും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആശങ്കയായി തലയ്ക്കുമീതെ പതിയിരിക്കുന്നത് ജലബോംബ്. കണ്ണൂർ ന്യൂമാഹിക്കടുത്ത് പുതുവാച്ചേരിയിലാണ് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ജലസംഭരണി അപകടാവസ്ഥയിലായത്. പരാതി നൽകിയിട്ടും തലശ്ശേരി നഗരസഭ അടിയന്തര പരിഹാരം കാണുന്നില്ല എന്നതാണ് ആക്ഷേപം. കനത്ത മഴയിൽ ജൂൺ 25-നാണ് ജലസംഭരണിക്ക് സമീപം മണ്ണിടിഞ്ഞത്. തൊട്ടടുത്ത വീട്ടിലേക്ക് മൺകൂന വന്നു വീണു. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ജലസംഭരണി. ഭീതിയോടെ കഴിയേണ്ടി വരുന്നത് സമീപത്തെ 5 വീടുകളിലെ മനുഷ്യർ. തൊട്ടടുത്ത വീട്ടിൽ നിന്നും വീട്ടുകാർ ഇതിനോടകം മാറി താമസിച്ചു. ഇവരോട് ഈ ടാങ്ക് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിനി ഈ ടാങ്ക് ഇവിടെ എടുക്കാൻ പാടില്ല, ഈ മണ്ണിന് ഉറപ്പില്ല, താഴെ നമുക്ക് താമസിക്കാൻ പറ്റൂല എന്ന് ഒരുപാട് തവണ പറഞ്ഞിനി. പക്ഷെ അവരത് കേട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത് കണ്ണൂർ കലക്ടറെടുക്കേന്ന് പോയിട്ട് ഇത് കെട്ടിത്തരാനോ ഉള്ള ഓർഡർ പോയിട്ട് വാങ്ങിയിന് ഉത്തരവ്. പക്ഷെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടും ഇവർ ഒരു ആക്ഷൻ 1 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഏത് ദിവസവും പേടി തന്നെയാണ്. എപ്പോഴാണ് ഇത് വീഴുക എന്നാന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രായമുള്ള അമ്മമാരും എല്ലാവരും ഉള്ളതാണ്. വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇലക്ട്രിക് ലൈൻ ഉണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഏത് നേരം എങ്ങനെയാ എന്താണെന്നും പറയാൻ പറ്റില്ല. സമീപത്തുള്ള സ്കൂളിന്റെ ശുചിമുറി സ്ഥിതി ചെയ്യുന്നത് ജലസംഭരണിക്കടുത്താണ്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ആശങ്കയിൽ. KG ബിൽഡിങ്ങും വളരെ അടുത്താണ്. ഇവിടെ ഈ വഴിയാണ് കുട്ടികൾ ബാത്റൂമിലേക്ക് പോകുന്നത്. അതേപോലെ വിദ്യാലയത്തിലേക്കുള്ള വാഹനങ്ങൾ വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 20,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ജലസംഭരണി 5 വർഷം മുൻപാണ് ഇവിടെ നിർമ്മിച്ചത്. അപകടാവസ്ഥ സംബന്ധിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് എത്ര ആൾക്കാരോട് പറയുന്നതിന് അവർക്ക് യാതൊരു കൂസലും ഇല്ലാത്ത രീതിയിൽ അവരുടെ പെരുമാറ്റം മുഴുവൻ കലക്ടർക്ക് കൊടുത്ത ഉടനെ അവർ പറഞ്ഞ ദുരന്ത നിവാരണ സമിതിൻ്റെ ചെയർമാനാണ് ഞാൻ. തലശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറിക്ക് 7 ഡേയ്സിനുള്ളിൽ നടപടി എടുക്കേണ്ട ഉത്തരവ് കൊടുക്കാമെന്ന് പറയാം. ഉത്തരവിൻ്റെ കോപ്പി ഞങ്ങൾക്കും കിട്ടി. ഈ 1 മാസം യാതൊരു നടപടി തലശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറിൻ്റെ ഭാഗത്തുനിന്നോ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ വാർഡ് കൗൺസിലറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുമില്ല ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇത് ഇവിടെ 30 അടി താഴ്ചയിലാണുള്ളത്. ഇനിയിപ്പോൾ 1 മീറ്റർ മാത്രമേ ഉള്ളൂ. ടാങ്കിൻ്റെ ലെഗിൽ നിന്നും 1 മീറ്റർ തൊട്ടടുത്താണ് ഒരു 30 അടി താഴ്ചയുള്ള ഘടകം കിടക്കുന്നത്. ഇനി ഏത് നിമിഷവും മഴ ഈ ഗ്യാപ്പിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം ഇടിഞ്ഞു വീഴാൻ സാധ്യതയില്ല. അപ്പോൾ 5 കുടുംബങ്ങൾ ആൾക്കാർ പോയതിൻ്റെ ശേഷമാണ് ഇനി ഇവർ തിരിഞ്ഞു നോക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒന്നും ടച്ച് ചെയ്യാതെ ഉള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഓൾറെഡി ഇത്രയും വലിയൊരു ഗർത്തവും കണ്ടിട്ടാണ് അവരതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മാണത്തിലേക്ക് കടന്നത്. അപ്പോൾ അന്നേരം തന്നെ എനിക്കറിയില്ല ഏത് എൻജിനീയേഴ്സാണ് ഇതിന് അനുമതി നൽകിയെന്ന്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ നോക്കേണ്ടിയല്ലേ. മതിൽ കെട്ടി പ്രശ്നം പരിഹരിക്കാനുള്ള നഗരസഭാ നീക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജലസംഭരണി പൊളിച്ചു നീക്കണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.